നമസ്കാരം പ്രിയപ്പെട്ടവരെ, മറ്റൊരു കഥപ്പറച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഊച്ചിയാക്കാതെ വാശിയോടെ കളി എന്ന ഒരു ഡയലോഗ് യോദ്ധ എന്ന സിനിമയിൽ ജഗതി അവതരിപ്പിക്കുന്ന കഥാപാത്രം അരിശുമുട്ടിൽ അപ്പുക്കുട്ടൻ മോഹൻലാൽ അവതരിപ്പിക്കുന്ന അശോകൻ എന്ന കഥാപാത്രത്തോട് പറയുന്നുണ്ട്. സിനിമയിൽ ഇദ്ദേഹത്തെ താഴ്ത്തിക്കിട്ടുന്ന ഒരു സമയത്താണ് ഈ ഡയലോഗ് പറയുന്നതെങ്കിലും സത്യത്തിൽ വിഡ്ഢിയാക്കുക, പൊട്ടനാക്കുക, മണ്ടനാക്കുക, പറ്റിക്കുക തുടങ്ങിയ അർത്ഥത്തിലൊക്കെയാണ് ഊഷിയാക്കുക എന്ന പ്രയോഗം വരുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും അബദ്ധം പറ്റിയാലാണ് നമ്മൾ ഊഷിയായി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഊഷയാകുക, ഊഷിയടിച്ചു എന്നൊക്കെ പറയാറുണ്ട്. ഈ പ്രയോഗം എങ്ങനെയാണ് മലയാളത്തിൽ വന്നത്? ഇതിൻ്റെ പിന്നിൽ കുറച്ച് കഥകളുണ്ട്. ആ കഥകളാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. കഥകൾ കേട്ടു തുടങ്ങുന്നതിന് മുമ്പേ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മടിയൊന്നും വരുത്തല്ലേ. ഞാൻ പറയുന്ന കഥകൾ ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട, ഞാൻ നിർബന്ധിക്കില്ല. പക്ഷേ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെയാണ് നമ്മുടെ ചാനലൊന്ന് വളർന്നു വരുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഇക്കാര്യത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഊഷിയിടിക്കുക എന്ന പ്രയോഗം എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. ഈ പദം ഉണ്ടായതിന് പിന്നിലുള്ള രണ്ട് കഥകളും ഈ പദവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കഥയുമാണ് നിങ്ങളോടൊന്ന് പറയാൻ പോകുന്നത്. ഈ രണ്ട് കഥകളിൽ ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കില്ല, ഞാനും വിശ്വസിക്കില്ല. അങ്ങനത്തെ ഒരു കഥയാണ്. അതുകൊണ്ട് വിശ്വസിക്കാൻ സാധ്യതയുള്ള ആദ്യത്തെ കഥ പറയാം. ശ്രീലങ്കയ്ക്ക് മറ്റൊരു പേരുണ്ട്, രത്നദ്വീപ് എന്നാണ് അറിയപ്പെടുന്നത്. ജം ഐലൻഡ്, രത്നങ്ങളുടെ ദ്വീപ്. സമൃദ്ധമായ രത്നനിക്ഷേപമുള്ള ഒരു ദ്വീപാണ് ശ്രീലങ്ക. അതുകൊണ്ടാണ് ഈ രത്നദ്വീപ് എന്ന പേര് അതിന് വന്നത്. ശ്രീലങ്കയുടെ തെക്ക് ഭാഗത്തുള്ള പ്രവിശ്യകൾ, പ്രധാനമായിട്ടും തെക്കൻ പ്രവിശ്യയുടെ തൊട്ടുമുകളിൽ വരുന്ന സബരഗമുവ എന്ന് പറയുന്ന പ്രവിശ്യയിലെ രത്നാപുരം എന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ രത്നനിക്ഷേപം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പണ്ട് ആളുകൾ ശ്രീലങ്കയിലേക്ക് പോയിട്ട് രത്നം വാങ്ങും. കാരണം രത്നം സുലഭമായതുകൊണ്ട് അതിന് വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറഞ്ഞ വിലയ്ക്ക് ശ്രീലങ്കയിൽ നിന്ന് രത്നം വാങ്ങി മറ്റു രാജ്യങ്ങളിൽ കൊണ്ടുപോയി വിറ്റ് ധനികരായവർ ഒരുപാട് പേരുണ്ടായിരുന്നു. മാത്രമല്ല പണ്ടത്തെ ഒരു ദുബായ് കൂടിയായിരുന്നു ഈ ദക്ഷിണേന്ത്യയിലുള്ള ആളുകൾക്ക് ശ്രീലങ്ക എന്ന് പറയുന്നത്. പണ്ട് തങ്ങളുടെ ആരെങ്കിലും സിലോണിലാണ് ജോലി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരുടെ വീട് അത്യാവശ്യം സാമ്പത്തികമായി ഉന്നത നിലയിലുള്ളവരാണെന്നാണ്. MTയുടെ നിന്റെ ഓർമ്മയ്ക്ക് എന്ന ചെറുകഥ ഒരു പക്ഷേ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അതിൽ പറയുന്ന വീട്ടുകാരോട് വഴക്കിട്ട് പോയി വിവാഹം കഴിച്ച അമ്മാവൻ, അദ്ദേഹം സിലോണിലാണ് താമസിക്കുന്നത്. അങ്ങനെ ഒരു പരാമർശം ആ കഥയിലുണ്ട്. ആളുകൾ പണ്ട് ഈ വീട്ടിലുള്ള ആളുകൾ സിലോണിലേക്ക് പോകുന്നത് നല്ല രീതിയിൽ ജോലി ഉണ്ടാകുന്നതിനും സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. പണ്ട് ശ്രീലങ്കയിൽ പോയി രത്നവ്യാപാരം നടത്തി തങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തിയ ഒരുപാട് പേരുണ്ടായിരുന്നു. മലബാറിലെ ഒരു തമിഴ് ബ്രാഹ്മണന് ഇങ്ങനെ രത്നവ്യാപാരം നടത്തി രക്ഷപ്പെട്ടാൽ കൊള്ളാമെന്ന് തോന്നി. അദ്ദേഹം തനിക്കുണ്ടായിരുന്ന സ്വത്തൊക്കെ വിട്ടിട്ട് നേരെ ശ്രീലങ്കയ്ക്ക് വെച്ചടിച്ചു. അവിടെ ചെന്ന് രാജാവിൻ്റെ കയ്യിൽ നിന്ന് അനുവാദം മേടിക്കണം രത്നവ്യാപാരം നടത്താനായിട്ട്. രാജാവിൻ്റെ അടുത്ത് അനുവാദം മേടിക്കാൻ വേണ്ടി ചെന്ന ബ്രാഹ്മണനെ വളരെയധികം ആദരവോടെയാണ് രാജാവും സ്വീകരിച്ചത്. കാരണം ബ്രാഹ്മണന്മാർക്ക് രാജാക്കന്മാർ നല്ല രീതിയിൽ ആദരവൊക്കെ കൊടുക്കുമായിരുന്നു. മാത്രമല്ല ഈ തമിഴ് ബ്രാഹ്മണന്റെ പെരുമാറ്റം രാജാവിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അദ്ദേഹം അനുവാദം നൽകിയെന്ന് മാത്രമല്ല, കച്ചവടം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ഒന്നുകൂടെ വന്ന് കാണണമെന്ന് ആവശ്യപ്പെട്ടു. തമിഴ് ബ്രാഹ്മണൻ രത്നവ്യാപാരം നടത്തി തിരിച്ചു വരുന്ന സമയമായപ്പോഴേക്കും രാജാവിനെ നേരിൽ ചെന്ന് കണ്ടു. രാജാവ് ഇദ്ദേഹത്തിന് വേണ്ടി ഒരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമ്മാനം ഒരു നല്ലൊരു പെട്ടിയിലാക്കി ഇദ്ദേഹത്തിന് നൽകി. ബ്രാഹ്മണനെ ഇത് തുറന്നു നോക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെ നാട്ടിൽ വന്ന് എല്ലാവരുടെ മുൻപിൽ വെച്ച് കാണിച്ചു തുറക്കാമെന്ന് വിചാരിച്ച് അദ്ദേഹം നാട്ടിലേക്ക് പുറപ്പെട്ടു. നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കിയേ, നിങ്ങൾ ദുബായിൽ പോകുന്നു, അവിടെ ചെന്ന് ഷെയ്ഖിനെ കാണാനുള്ള അവസരം ഉണ്ടാവുന്നു. ഷെയ്ഖ് നിങ്ങൾക്കൊരു സമ്മാനം നൽകുന്നു. ആ സമ്മാനം വളരെ വിലപിടിപ്പുള്ള സമ്മാനമാണെന്ന് നിങ്ങൾക്ക് 100% ഉറപ്പായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് തുറക്കാന്ന് പറയുന്നത് ഇത്തിരി ഗമ കാണിക്കാനുള്ള അവസരമാണ്. അങ്ങനെ നാട്ടിലെത്തിയ ഈ ബ്രാഹ്മണൻ നാട്ടുകാരെയും വീട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് രാജാവ് തന്ന സമ്മാനം കാണിക്കാൻ തീരുമാനിച്ചു. എല്ലാവരും എത്തിച്ചേർന്നു. അവരുടെ മുൻപിൽ വെച്ച് ഈ ബ്രാഹ്മണൻ രാജാവ് നൽകിയ പെട്ടി തുറന്നു. നല്ല വില കൂടിയ രത്നങ്ങൾ അതിലുണ്ടാകുമെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് അതിലുണ്ടായിരുന്നത് വെറും ഒരു സൂചി മാത്രമായിരുന്നു, ഇരുമ്പ് കൊണ്ടുള്ള സൂചി. രാജാവ് ഈ സമ്മാനം കൊടുക്കാനുള്ള കാരണം, ശ്രീലങ്കയിൽ ഇഷ്ടം പോലെ രത്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇരുമ്പിന് നിക്ഷേപം ആ രാജ്യത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇരുമ്പിന് അവിടെ വലിയൊരു വിലയായിരുന്നു. രാജാവിനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും വിലയേറിയ രത്നത്തേക്കാൾ വില കൂടിയതായിരുന്നു ആ ഇരുമ്പ് സൂചി. അങ്ങനെ ഏറ്റവും വിലയേറിയ സമ്മാനമാണ് ഈ ബ്രാഹ്മണന് സമ്മാനിച്ചത്. പക്ഷെ നമ്മുടെ നാട്ടിൽ അതിനുണ്ടോ വല്ല വിലയും? എൻ്റെ ഓർമ്മ ശരിയാണെന്നെങ്കിൽ ചെറുപ്പകാലത്തിലൊക്കെ നമ്മൾ കടയിൽ പോയി സൂചി മേടിക്കുമ്പോൾ എന്തോ 10 പൈസയുടെ വിലയുള്ളൂ, 5 പൈസ 10 പൈസ വിലയുള്ളൂ. അപ്പോൾ അതിന് മുമ്പത്തെ കാലത്തിൻ്റെ കഥ പറയാനില്ല, ഒട്ടും വിലയില്ലാത്ത സാധനം. അങ്ങനെ എല്ലാവരുടെ മുൻപിൽ വെച്ച് വിഡ്ഢിയാക്കപ്പെട്ട ഈ ബ്രാഹ്മണനെ എല്ലാവരും ഊഷി ഊഷി എന്ന് വിളിച്ച് കളിയാക്കാൻ തുടങ്ങി. ഊഷി എന്ന വാക്കിൻ്റെ അർത്ഥം സൂചി എന്നാണ്. എന്നാ മൂമേക തൂഷി എന്നാണ് കേട്ടോ പറയുന്നത്. ഇതിനെ തൂഷി നൂലും കൊണ്ടുവരാൻ പറയും. പിന്നെ സൂഷി എന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ കേട്ടിട്ടുണ്ട്.
അപ്പോൾ സൂചിയുടെ മറ്റൊരു പേരാണ് ഊഷി. ഇങ്ങനെ ആളുകൾ ഇദ്ദേഹത്തെ ഊഷി ഊഷി എന്ന് വിളിച്ച് കളിയാക്കാൻ തുടങ്ങി. അങ്ങനെ വലിയ പ്രതീക്ഷയോടെ ചെന്ന് പറ്റിക്കപ്പെടുന്ന അവസ്ഥയാണ് ഊഷിയാക്കപ്പെടുക എന്നതുകൊണ്ട് അന്ന് ഉദ്ദേശിച്ചിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, വിഡ്ഢിയാക്കുക, പറ്റിക്കപ്പെടുക എന്ന അർത്ഥത്തിലാണ് ഊഷിയാക്കുക അല്ലെങ്കിൽ ഊഷിയാക്കുക എന്ന പദം ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത്തെ കഥ, ഇത് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇവിടെ ഒരു ദ്രാവിഡ ബ്രാഹ്മണനാണ് കഥാപാത്രം. രാജാവ് രാവണനാണ്. കഥ നടക്കുന്നത് രാമായണത്തിലായിട്ടാണ് പറയുന്നത്. ഈ ബ്രാഹ്മണൻ ശ്രീലങ്കയിൽ എത്തിച്ചേരുന്നു. പണ്ടൊക്കെ നിങ്ങൾക്കറിയാലോ, ഒരു ബ്രാഹ്മണൻ വന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാജാവാണെങ്കിൽ അദ്ദേഹം ഇറങ്ങി വന്ന് ഇദ്ദേഹത്തെ സ്വീകരിച്ച് ഇദ്ദേഹത്തിൻ്റെ ആതിഥേയത്വമൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ നേരം രാജാവ് ഉറപ്പായിട്ടും ബ്രാഹ്മണൻ എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യും. ദാനം ചെയ്യുന്ന പറഞ്ഞാൽ രാജാവിന് ഇഷ്ടമുള്ളതല്ല കൊടുക്കുന്നത്, എന്താണോ ബ്രാഹ്മണൻ ആവശ്യപ്പെടുന്നത് അതാണ് കൊടുക്കുന്നത്. മഹാബലിയുടെ അവസ്ഥ നമുക്കറിയാലോ, വാമനനോട് ഇഷ്ടമുള്ള ചോദിച്ചോളാൻ പറഞ്ഞ അവസാനം സ്വന്തം തല കുനിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നു. അപ്പോൾ രാവണനും ചോദിച്ചു, എന്താണ് അങ്ങേക്ക് വേണ്ടതെന്ന് ചോദിച്ചു. ബ്രാഹ്മണൻ പറഞ്ഞു, എനിക്ക് ഈ ശ്രീലങ്കയിൽ ഏറ്റവും അസുലഭമായി കിട്ടുന്ന അല്ലെങ്കിൽ അപൂർവമായി കിട്ടുന്ന ഒരു വസ്തു വേണം. രാവണൻ അതനുസരിച്ചിട്ട് വളരെ അപൂർവമായൊരു വസ്തു ഇദ്ദേഹത്തിന് സമ്മാനിച്ചു. തിരിച്ച് ഇദ്ദേഹം വീട്ടിൽ നിന്ന് തുറന്നു നോക്കിയപ്പോൾ അതൊരു സൂചിയായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ശ്രീലങ്കയിൽ ഇരുമ്പ് ഇല്ല, അതുകൊണ്ട് ഏറ്റവും അപൂർവമായി ഏറ്റവും വിലയേറിയ വസ്തുവാണ് ഇരുമ്പെന്ന് പറയുന്നത്. ഞാൻ ഈ കഥ എന്തുകൊണ്ടാണ് വിശ്വസനീയമല്ല എന്ന് പറഞ്ഞത് എന്ന് നിങ്ങൾ ഇപ്പോൾ കരുതുന്നുണ്ടാകും. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിലുള്ള ഒരാൾ കടൽ കടന്നിട്ട് വേണം ശ്രീലങ്കയിലേക്ക് പോകാനായിട്ട്. രാവണന് പിന്നെ പുഷ്പക വിമാനം ഉണ്ടായതുകൊണ്ട് പ്രശ്നമില്ല. അന്നീ പറഞ്ഞതുപോലെ ജലസഞ്ചാര പാതകളോ വഞ്ചികളോ ഒന്നുമില്ല. അതുണ്ടായിരുന്നെങ്കിൽ രാമനും കൂട്ടരും ഈ രാമസേതു ഉണ്ടാക്കി ചിറയുണ്ടാക്കി സമയങ്ങളില്ല, വലിയൊരു വഞ്ചി ഉണ്ടാക്കി അപ്പുറത്തേക്ക് പോയേനെ. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ എങ്ങനെ ഈ ബ്രാഹ്മണൻ ഈ ദ്രാവിഡ ദേശത്ത് നിന്നും ശ്രീലങ്കയിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ള ഒരു സംശയമുള്ളത് കൊണ്ടാണ് ഈ കഥ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞത്. ഇതാണ് ഈ വാക്ക് വന്നതിന് പിന്നിലുള്ള കഥ. ഇനി ഈ പ്രയോഗവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ രസകരമായ ഒരു സംഭവം തിരുവിതാംകൂറിൽ നടന്നിട്ടുണ്ട്. അത് AR രാജവർമ്മയുടെ ഗരുഡ സന്ദേശം എന്ന കൃതിയിലാണ് നമ്മൾ കാണുന്നത്. തിരുവിതാംകൂറിൽ നടത്തപ്പെടുന്ന ഒരു ആചാരമാണ് മുറജപം. 6 വർഷത്തിലൊരിക്കലാണ് മുറജപം നടക്കുന്നത്. അത് മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ ആരംഭിച്ച ഒരു ചടങ്ങായിരുന്നു. രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുമ്പോൾ, യുദ്ധം ചെയ്യേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ യുദ്ധക്കളത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കേണ്ടി വരുമ്പോഴൊക്കെ അറിയാതെ ചെയ്തു പോകുന്ന തെറ്റുകൾ. ഇപ്പോൾ യുദ്ധത്തിൽ ആളുകൾ മരണപ്പെടുന്നുണ്ട്. യുദ്ധക്കളത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുമ്പോൾ അവിടെ താമസിക്കുന്നവർ ഒഴിഞ്ഞു പോകേണ്ടി വരും. മനുഷ്യർക്ക് മാത്രമല്ല മറ്റു ജീവജാലങ്ങൾക്കും ജീവഹാനി സംഭവിച്ചു എന്ന് വരും. അപ്പോൾ അത്തരത്തിലുള്ള പാപങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് മുറജപം നടത്തിയിരുന്നത്. മാത്രമല്ല തിരുവിതാംകൂറിൻ്റെ ക്ഷേമത്തിന് വേണ്ടി കൂടിയുള്ള ഒരു യാഗമായിരുന്നു. 56 ദിവസമാണ് മുറജപം നീണ്ടു നിൽക്കുന്നത്. ഒരു മുറ എന്ന് പറയുന്നത് 8 ദിവസമാണ്. ഈ 8 ദിവസത്തിൽ അഥർവം ഒഴികെയുള്ള ബാക്കി 3 വേദങ്ങളും സഹസ്രനാമങ്ങളും ഒക്കെയാണ് ഉരുവിട്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഉരുവിടുന്നതിന് വേണ്ടി ബ്രാഹ്മണന്മാരാണ് എത്തിച്ചേരുന്നത്. പ്രധാനമായിട്ടും ആഢ്യന്മാരും വൈദികരും വാദ്യരുമൊക്കെ ആയിട്ടുള്ള ബ്രാഹ്മണന്മാരെയാണ് ക്ഷണിക്കുന്നത്. ഇതിൽ തിരുനാവായ തൃശ്ശിവപ്പേരൂർ ഭാഗത്തുള്ള വാദ്യർമാർക്കും തൈക്കാട്, ചെറുമുക്ക്, കൈമുക്ക് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള വൈദികന്മാർക്കും തെക്കേടത്ത് ഭട്ടതിരിക്കും പ്രത്യേകം ക്ഷണക്കത്തയച്ചിട്ടാണ് മുറജപത്തിന് വേണ്ടി ക്ഷണിക്കുന്നത്. ഇങ്ങനെ എത്തുന്ന അതിഥികളെയൊക്കെ താമസിപ്പിച്ചിരുന്നത് പത്മതീർത്ഥക്കുളത്തിന് സമീപത്താണ്. ഈ 56 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങായതുകൊണ്ട് ഓത്തന്മാരെന്ന് പറഞ്ഞാൽ വേദം ചൊല്ലുന്ന ആളുകൾ, ഇവരെത്തുന്നത് കുടുംബസമേതമാണ്. ഈ സംഭവം നടക്കുന്നത് ഉത്തരം തിരുനാൾ മഹാരാജാവിൻ്റെ കാലഘട്ടത്തിലാണ്. ഉത്തരം തിരുനാൾ മഹാരാജാവും അന്നത്തെ ദിവാനായിരുന്ന രാമറാവുവും ചേർന്ന് ഓത്തന്മാരുടെ ക്ഷേമം അന്വേഷിക്കുന്നതിന് വേണ്ടി പത്മതീർത്ഥകുളത്തിൻ്റെ അരികിലൂടെ വരികയായിരുന്നു. രാജാവ് ഒരു സാധാരണ വേഷമാണ് ധരിച്ചിരുന്നത്. പക്ഷേ പിന്നിൽ നടന്നിരുന്ന ദിവാൻ തൻ്റെ സ്ഥാനത്തിനനുസരിച്ചുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത്. നീണ്ട ഒരു ഉടുപ്പ്, അതിനു മുകളിൽ രത്നങ്ങൾ പതിച്ച കോട്ട് ഒക്കെ ഇട്ടാണ് രാജാവിന് പിന്നാലെ ദിവാൻ വന്നിരുന്നത്. ഇത് കണ്ടുകൊണ്ടിരുന്ന ഉണ്ണി നമ്പൂതിരിമാർ ഇദ്ദേഹത്തെ ഊഷി എന്ന് പറഞ്ഞ് വിളിച്ച് കളിയാക്കാൻ തുടങ്ങി. ദിവാന് കാര്യം മനസ്സിലായില്ല. ദിവാൻ കൂടെ ഉണ്ടായിരുന്നോട് ചോദിച്ചു, എന്താണ് ഈ ഉണ്ണികൾ ഊഷി എന്ന് വിളിക്കുന്നത്? അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു കൊടുത്തു, അങ്ങയെ വിഡ്ഢി എന്ന് വിളിച്ച് കളിയാക്കുകയാണ്. ഊഷിയാക്കപ്പെടുക എന്ന് വെച്ചാൽ വിഡ്ഢിയാകുക എന്നാണല്ലോ അർത്ഥം. അപ്പോൾ വിഡ്ഢി എന്ന് വിളിച്ച് കളിയാക്കുകയാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ട് ദിവാൻ ആകെ ദേഷ്യത്തിലായി. ദിവാൻ ഈ ഉണ്ണികളെ ശകാരിക്കുന്നതിനുണ്ട് അവരെ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഉണ്ണികളെ പിടിച്ചുകൊണ്ട് വരാൻ ആൾക്കാരെത്തിയപ്പോൾ അച്ഛന്മാരായ ഓത്തന്മാരെ ഇടപെട്ടു. അവർക്ക് ഈ സംഭവം ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുറജപം നടത്താൻ തങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. മുറജപം നടത്താതെ ഞങ്ങൾ ഇവിടുന്ന് മടങ്ങിപ്പോകുമെന്ന് പറഞ്ഞു. ആകെ പ്രശ്നത്തിലായി. രാജാവ് ഈ വിവരം അറിഞ്ഞു. മുറജപം നടത്താതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുവിതാംകൂറിനും രാജാവിനും തന്നെ ദോഷമാണ്. അതുകൊണ്ട് ഒരു വഴിയുമില്ലാത്തതിനാൽ രാജാവ് നേരിട്ട് ചെന്ന് ഇവരോട് മാപ്പ് പറഞ്ഞു എന്നാണ് ഈ ഗരുഡ സന്ദേശത്തിൽ പറയുന്നത്.
ഇത് ഊഷിയാക്കൽ എന്ന വാക്ക് ഉണ്ടായ കഥയല്ല, ഊഷി എന്ന വാക്കുമായിട്ട് ബന്ധപ്പെട്ട് തിരുവിതാംകൂറിൽ സംഭവിച്ചൊരു കഥയാണ്. അങ്ങനെ മലബാറിൽ പ്രസിദ്ധമായിരുന്ന ആ വാക്ക് തിരുവിതാംകൂറിലേക്ക് കൂടി എത്തിച്ചേർന്നു. ഇപ്പോൾ കേരളം മുഴുവനും ഊഷിയാക്കൽ എന്ന പ്രയോഗം പ്രാബല്യത്തിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഊഷിയാക്കുക എന്ന പ്രയോഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥകൾ. ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കഥകൾ കേൾക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും കഥകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ കഥയും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നെങ്കിലും തെറ്റ് കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ആ തിരുത്തലുകളും കമൻറ്റിൽ രേഖപ്പെടുത്തുക. മറ്റൊരു കഥ പറച്ചിലുമായി വീണ്ടും കണ്ടുമുട്ടാം. അതിനു മുന്നേ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ മറന്നു പോകരുത്. നമസ്കാരം.